ഹലോ ഗൈസ്, രാവിലെ തന്നെ അലാറം അടിയോടടി കണ്ണ് തുറക്കാൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഉറങ്ങുന്നത് 12 മണി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. മക്കൾ ഉറങ്ങുമ്പോൾ ആ ഒരു ടൈം കഴിയും. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ മോള് രാത്രി ഫീഡ് ചെയ്യുന്നതുകൊണ്ട് മോൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെറിയ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടും നമുക്ക് എണീക്കാൻ കുറച്ച് പാട് വരുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പിന്നെ എണീക്കാതിരിക്കില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇറങ്ങിയാൽ മാത്രം മതിയായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ നല്ല പ്രകൃതിയൊക്കെ കണ്ട് ആസ്വദിച്ച് വണ്ടിയിലിരുന്ന് വരുമായിരുന്നു. ഇടയ്ക്ക് നമ്മൾ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഒരു ടീം ബീഫ് കറിയായിരുന്നു, അതും കൂട്ടി കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ വയറ് നിറയെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെളിയിലൊക്കെ ഇരുന്നു. മക്കൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മോൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, പാപ്പ പപ്പയ്ക്ക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പാപ്പ അവിടെ കപ്പയ്ക്ക നോക്കിയിട്ടായി പറയുന്നത്. അങ്ങനെ പാപ്പ പോയി നോക്കിയപ്പം നല്ലൊരു കപ്പയ്ക്ക പഴുത്തേക്കിന് കിളിയൊന്നും കൊണ്ടുപോയില്ല. അങ്ങനെ കപ്പയ്ക്കൊക്കെ പിച്ചി കഴിച്ചു. നല്ല അടിപൊളി നീളമായിരുന്നു. മാഷിനത് നല്ല നീളമുണ്ടായിരുന്നു. പിന്നെ ഉപ്പായും മക്കളും അവർ കളിയും ബഹളവും ഒക്കെ ആയി. പിന്നെ കുറച്ച് ഷോപ്പിലിങ്ങനെ കോംബോ ആയിട്ട് ഈ മാലകൾ ഇത്രയും കൊണ്ട് 110 രൂപയ്ക്ക് എങ്ങാണ്ട് കൊടുക്കുന്ന ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ചക്ക ഇങ്ങനെ വേവിക്കാമെന്ന് പറഞ്ഞ് തൊലിച്ചുകൊണ്ട് ഇതപ്പോഴാണ് എൻ്റെ ആളെ പോട്ടിയും കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ ചക്ക വേവിക്കാൻ അടുപ്പത്തും വെച്ച്, പക്ഷേ എന്നാൽ പിന്നെ ഇത് ചെയ്യാന്നുള്ള രീതിയിൽ വാപ്പായും ആളുടെ കൂട്ടുകാരും ആളെ എല്ലാവരും കൂടെ ചേർന്ന് ഈ സംഭവം റെഡിയാക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ചക്ക ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ അടിപൊളിയായിട്ടാണ് ഈ ഒരു പോട്ടി ഉണ്ടാക്കി. അടിപൊളി ടേസ്റ്റ്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് വേവ് കൂടെ വേണമായിരുന്നു, അത് കുഴപ്പമില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ചീനിയും അതിൻ്റെ കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീനിയും പൂട്ടിയും കൂടെ കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയില്ല. ഞങ്ങൾ പറയുന്നത്, എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, ഞാൻ വന്ന ദിവസം തന്നെ ഇത് കിട്ടിയോണ്ട് എനിക്കും കഴിക്കാൻ പറ്റിയെന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ് സംസാരിച്ച് കഴിക്കുമായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ, സീ യു. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ.